നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഒരു സ്പെയിൻ്റെ തിരിച്ചുവരവ് മത്സരമായിരുന്നല്ലേ. കാരണം ആദ്യ മത്സരത്തിലൊരു സമനിലയൊക്കെ വഴങ്ങി താരതമ്യേന ചെറിയ ടീമായ കാബോ വെർഡയുടെ ഒരു സമനിലയൊക്കെ വഴങ്ങിയതിന് ശേഷമുള്ള സ്പെയിൻ്റെ ഒരു കരുത്തുറ്റ തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് സൗദി അറേബ്യക്കെതിരായ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെ. അതായത് ഒരു ആധിപത്യത്തോടെ 4-0 എന്നൊരു ശക്തമായ ഒരു സ്കോറോട് കൂടിയുള്ളൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു സ്പെയിൻ്റേതെന്ന് പറയാൻ സാധിക്കും. ഒപ്പം ഇന്നലെ മറ്റ് മത്സരങ്ങളുണ്ട്. അതിൽ പ്രധാനം കാബോ വെർഡെ വീണ്ടും ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഒരു മത്സരം നമുക്ക് കാണാനായി. ഉറുഗ്വേക്കെതിരെ ഒരു 2-2 എന്നൊരു സ്കോറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നൊരു മത്സരം ഇന്നലെ ഉണ്ടായിരുന്നു. ഒപ്പം ബെൽജിയം വീണ്ടും ഒരു കുരുക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് 2 പ്രധാനപ്പെട്ട താരങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ലയണൽ മെസ്സിയും ഒപ്പം കിലിയൻ എംബാപ്പയും ഇന്ന് കളത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ള ഫ്രാൻസിനും ഒപ്പം അർജൻറ്റീനയ്ക്കും ഇന്ന് മത്സരങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പം നമുക്ക് ഇന്നലത്തെ മത്സരം തുടങ്ങാം അല്ലേ. ഇന്നലത്തെ മത്സരം ഈ പറഞ്ഞതുപോലെ സ്പെയിനും സൗദി അറേബ്യയും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. സൗദി അറേബ്യയ്ക്ക് ഒരു അവസരം പോലും നൽകാതെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ളൊരു പ്രകടനം തന്നെയായിരുന്നു സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. 4-0 എന്നൊരു സ്കോറിൻ്റെ തകർപ്പൻ വിജയം തന്നെ സ്പെയിൻ സ്വന്തമാക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. സ്പെയിൻ ആദ്യ മത്സരത്തിൽ നേരത്തെ പറഞ്ഞൊരു കാബോ വെർഡയുടെ ഒരു സമനില വഴങ്ങി അതിൻ്റെ ഒരു ക്ഷീണത്തോടൊക്കെയാണ് സ്പെയിൻ ഇന്നലത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ അവിടെ അവർക്ക് ഒരു വലിയ വിജയം നേടാനായി, ഒരു വലിയ തിരിച്ചുവരവ് വരാനായി. അതായത് വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ടീം എന്നൊരു പേര് അവർക്കുണ്ട്. അത് അവർ നിലനിർത്തുന്നൊരു പ്രകടനം തന്നെ ഇന്നലെ സൗദി അറേബ്യക്കെതിരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ 10-ാം മിനിറ്റിൽ തന്നെ സ്പെയിൻ യമാലിലൂടെ യമാൽ തൻ്റെ കാലിൽ നിന്ന് ആദ്യ ഗോൾ നേടുന്ന കാഴ്ച കാണാൻ സാധിച്ചു. 10-ാം മിനിറ്റിൽ, അതായത് ആദ്യ മത്സരം തുടങ്ങി 10 മിനിറ്റ് ആയപ്പോൾ തന്നെ യമാലിൻ്റെ വക ആദ്യ ഗോൾ പിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 35-ാം മിനിറ്റിൽ മൈക്കൽ ഓയാർസബലിൻ്റെ വക അടുത്ത ഗോൾ, 2-ാം ഗോൾ പിറക്കുന്നൊരു കാഴ്ച. അങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ തൊട്ടു പിന്നാലെ 39-ാം മിനിറ്റിൽ ഓയാർസബലിൻ്റെ വക തന്നെ 3-ാമത്തെ ഗോളും പിറക്കുന്നൊരു കാഴ്ച. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകളും വീഴുന്നൊരു കാഴ്ച എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചു. അതായത് 3 ഗോളുകൾ വീഴുന്ന കാഴ്ച. പിന്നീട് 2-ാം പകുതി തുടങ്ങി മിനിറ്റുകൾക്കകം 48-ാം മിനിറ്റിൽ അടുത്ത ഗോൾ, അത് സൗദിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു പിഴവാണ്, ഒരു ഓൺ ഗോളായിട്ട് മാറുകയായിരുന്നു. 48-ാം മിനിറ്റിലാണ് ആ ഗോൾ പിറന്നത്. അങ്ങനെ മത്സരത്തിൽ 70% പൊസിഷനും ഈ ഒരു സ്പെയിൻ്റെ കയ്യിലായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അത് മത്സരം പൂർണ്ണമായും സ്പെയിൻ്റെ കൺട്രോളിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം അവരുടെ പാസുകളും അവരുടെ ട്രാൻസിഷനുകളും ഒക്കെ കൃത്യമായ കണക്കൂട്ടലിലായിരുന്നു. അതൊക്കെ വിജയിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പം ഒരു ഹൈ പ്രസ്സിങ് ഗെയിം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു മിഡ്ഫീൽഡിലെ ഡോമിനൻസും ഇന്നലെ സ്പെയിൻ പുലർത്തിയിരുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അവരുടെ പ്രധാന യമാലും റോഡ്രിയും ഓയർസബലും അടക്കമുള്ളവർ കൃത്യമായി കളത്തിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ച എന്തായാലും ഇന്നലെ കാണാൻ സാധിച്ചു എന്നതാണ്. സൗദി അറേബ്യയിലേക്ക് വന്നെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റൊക്കെ അവരൊരു ഡിഫൻസൊക്കെ വളരെ ശക്തമായിരുന്നു, വളരെ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം അവിടെ ഗോൾ 10-ാം മിനിറ്റിൽ വീണതോടുകൂടി അവരുടെ ഡിഫൻസിലൊക്കെ പാളിച്ചകൾ സംഭവിക്കുന്നു. അവരുടെ കോൺഫിഡൻസ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ സ്പെയിൻ്റെ വിങ്ങിക്കൂടിയുള്ള അറ്റാക്കുകളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ തടുക്കാൻ അവരുടെ ഡിഫൻസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം. ഒപ്പം ഫിനിഷിങ്ങിലെ പിഴവുകളും സൗദി അറേബ്യയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്പെയിൻ എന്തായാലും ഈ ഒരു 4-0 വിജയത്തോടുകൂടി ടൂർണമെൻറ്റിൻ്റെ ഫേവററ്റുകൾ ടീമായിട്ടൊന്നായി ആ ട്രാക്കിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന ഒരു കാഴ്ച. കാരണം ആദ്യ മത്സരം കാബോ വെർഡയുടെ സമനില വഴങ്ങിയതോടുകൂടി സ്പെയിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്പെയിൻ ഒരു ചെറിയ ടീമിനോട് പോലും വിജയം നേടാനാവാത്ത സ്പെയിൻ എങ്ങനെ ലോകകപ്പ് നേടുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടി എന്തായാലും ഇപ്പോൾ സ്പെയിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി നടന്ന മറ്റൊരു പോരാട്ടത്തിലേക്ക് പോകും. ഉറുഗ്വേയും കാബോ വെർഡയും തമ്മിലൊരു പോരാട്ടമായിരുന്നു. കാബോ വെർഡെ നേരത്തെ പറഞ്ഞു സ്പെയിനെ ആദ്യ മത്സരത്തിൽ ഞെട്ടിച്ച ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം ആരാധകർക്ക് ഉറ്റുനോക്കിയ ഒരു പോരാട്ടമായിരുന്നു. വീണ്ടും അവർ ഒരു പോയിന്റ് നേടുന്നത്, അതായത് സമനില വഴങ്ങി ഒരു പോയിൻ്റ്. അപ്പം ആദ്യത്തെ മത്സരത്തിലെ സമനിലയുടെ പോയിന്റും ഈ മത്സര സമനില, അങ്ങനെ 2 പോയിന്റുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു പല ടീമുകളിലും തോൽവിയൊക്കെ വഴങ്ങുമ്പോൾ ഈ പോയിൻ്റ് ഇല്ലാതാവുന്ന സാഹചര്യം, സമനില വഴങ്ങുമ്പോൾ അത് ഒരു പോയിൻ്റെങ്കിലും കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് 2 പോയിൻ്റായി. ഇനി ഒരു മത്സരം വിജയിക്കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായി അടുത്ത സ്റ്റേജിലേക്ക്, റൗണ്ട് ഓഫ് 32 സുഖമായി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. മത്സരത്തിൻ്റെ 21-ാം മിനിറ്റിൽ കാബോ വെർഡെ ആ ഒരു ഫ്രീ കിക്കിലൂടെ, കെവിൻ പിന്നയുടെ ഒരു ഫ്രീ കിക്കിലൂടെയാണ് അവരാണ് ആദ്യം ഗോൾ നേടുന്നത്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ അവരുടെ ആദ്യത്തെ ഗോൾ നേട്ടം എന്ന് വിശേഷിപ്പിക്കാനാകുന്ന
ഒരു ഗോളായിരുന്നത്. ആദ്യമായി കാബോ വെർഡെ എന്നൊരു രാജ്യം അവരൊരു ഗോൾ ലോകകപ്പിൽ നേടുന്നൊരു സാഹചര്യം. അങ്ങനെ 45-ാം മിനിറ്റിൽ ഉറുഗ്വേയുടെ വക ഒരു തിരിച്ചടി വരുന്നു. അങ്ങനെ 1-1 ആണ് ആദ്യ പകുതി. 45-ാം മിനിറ്റിൽ 1-1 ആദ്യ പകുതി അവസാനിപ്പിക്കുന്നു എന്ന് തോന്നിയെങ്കിലും അതിനും മിനിറ്റുകൾ, അതായത് ഇഞ്ചുറി ടൈമിൽ ഉറുഗ്വേയുടെ വക അടുത്ത ഗോൾ, അതായത് ഒരു 3 മിനിറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിൽ അടുത്ത ഗോളും പിറക്കുന്നൊരു സാഹചര്യം. അങ്ങനെ ആദ്യ പകുതി അക്ഷരാർത്ഥത്തിൽ 45-ാം മിനിറ്റിൽ അവസാനിക്കാനിരിക്കുമ്പോൾ 1-1 ആയിരുന്നെങ്കിൽ ഇഞ്ചുറി ടൈമും കൂടി ചേർത്ത് വരുമ്പോൾ അത് 2-1 എന്ന സ്കോറിൽ ഉറുഗ്വേ ലീഡ് ചെയ്യുന്നു. പിന്നീട് രണ്ടാം പകുതിയിൽ 61-ാം മിനിറ്റിൽ അടുത്ത ഗോൾ വീണ് അങ്ങനെ ഉറുഗ്വേയുടെ ഒരു പ്രതിരോധത്തിലെ പിഴവ് അത് കൃത്യമായി കാബോ വെർഡെ മുതലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അടുത്ത ഗോൾ നേടി. അങ്ങനെ 61-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ 2-2 എന്നൊരു സ്കോറിൽ മത്സരം അവസാനിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഉറുഗ്വേയുടെ കാര്യത്തിലേക്ക് വന്നൊരു പൊസിഷനിൽ അവർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു, മിഡ്ഫീൽഡിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസിൽ കുറച്ച് പിഴവുകൾ അവർക്ക് കൃത്യമായി സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാബോ വെർഡെയുടെ കാര്യത്തിലേക്ക് വന്നൊരു ശക്തമായൊരു ഡിഫൻസായിരുന്നു. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേയിങ് ആയിരുന്നു അവരുടേത്. ഒപ്പം ക്ലിനിക്കലായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതൊക്കെയാണ് അവർക്ക് 2 ഗോളുകൾ നേടാനായത്. കാബോ വെർഡെ ഇനിയൊരു സർപ്രൈസ് ടീമായിട്ടൊക്കെ ആരാധകർ കാണുമെങ്കിലും പക്ഷേ 2 കളി മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ റൗണ്ട് ഓഫ് 32-ലേക്ക് അവർ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനിയൊരു വിജയം കൂടി നേടിയാൽ സുഖമായി അവർക്ക് റൗണ്ട് ഓഫ് 32-ലേക്ക് എത്താം. അപ്പോൾ അവർ എത്തട്ടെ എന്നാണ് നമ്മളും ആശംസിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം ബെൽജിയത്തിൻ്റെ മത്സരം എന്നിട്ടുണ്ടായിരുന്നു. ബെൽജിയവും ഇറാനും തമ്മിലൊരു പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. തുടർച്ചയായ 2ാം മത്സരത്തിലും ബെൽജിയം സമനില വഴങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ആദ്യ മത്സരത്തിൽ സമനിലയായിരുന്നു. ഈ മത്സരത്തിൽ ഇറാനെതിരെയും അവർ സമനില പാലിക്കുന്ന ഒരു കാഴ്ച എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ബെൽജിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പൊസിഷൻ, മത്സരത്തിൽ കൂടുതൽ പന്ത് കൈവശം വെച്ചത് ബെൽജിയമാണ് എന്ന് പറയാൻ സാധിക്കും. കൂടുതൽ ചാൻസുകളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഫിനിഷിങ്ങിലെ പിഴവ് അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ആ പിഴവുകൾ അവർക്ക് ഒരു ഗോൾ ഇല്ലാതാക്കി മത്സരത്തിലൊരു പോയിൻ്റ് മാത്രമാക്കി ഒരു വിജയമില്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫൻസീവ് ബ്ലോക്ക് ശക്തമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു മത്സരം തന്നെ അവർ കാഴ്ചവെച്ചു എന്ന് പറയാം. അതാണ് ഇന്നലത്തെ ആ മത്സരത്തിൻ്റെ കാര്യം. അപ്പോൾ ഇറാൻ ഈ ഒരു പോയിൻ്റ് ഒരു വിജയത്തിന് സമാനമായ ഒരു പോയിൻ്റ് തന്നെയാണ് എന്തായാലും ഇറാൻ ഇന്നലെ മത്സരത്തോട് സ്വന്തമാക്കിയത്. മറ്റൊരു പോരാട്ടം ഉണ്ടായിരുന്നത് ഈജിപ്തും ന്യൂസിലൻഡും തമ്മിലായിരുന്നു. ഈജിപ്റ്റ് ക്വാളിഫിക്കേഷൻ റേസിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരുന്നൊരു മത്സരം കൂടിയായിരുന്നു. 3-1 ആണ് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത്. ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരുന്നു ഇന്നലെ ഈജിപ്റ്റ് പുറത്തെടുത്തത്. ഒപ്പം ന്യൂസിലൻഡിൻ്റെ പ്രതിരോധത്തിൽ സംഭവിച്ച ആ പിഴവ് അത് കൃത്യമായി ഈജിപ്റ്റ് മുഹമ്മദ് സലയും സംഘവും അത് കൃത്യമായി മുതലാക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 3-1 ഒരു വിജയത്തോടുകൂടി ഈജിപ്റ്റ് ഈ ഒരു റൗണ്ട് ഓഫ് 32 എന്നൊരു ആ സ്വപ്നം അല്ലെങ്കിൽ അതിലേക്കുള്ള റേസ് അവർ കൂടുതൽ ശക്തമാക്കി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ. അപ്പോൾ നമുക്കിനി ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നോക്കട്ടെ. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പോരാട്ടങ്ങളുള്ളത് അർജൻറ്റീനയുടെയും ഫ്രാൻസിൻ്റെയും മത്സരങ്ങളുണ്ട് എന്നുള്ളതാണ്. അർജൻറ്റീനയും ഓസ്ട്രിയയും തമ്മിലാണ് ഇന്ന് പോരാട്ടം നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ അൾജീരിയ 3-0 തകർത്തതിൻ്റെ ആത്മവിശ്വാസവുമായാണ് ലയണൽ സ്കലോണിയും സംഘവും. മെസ്സിയും അൽവാരസും എൻസോ ഫെർണാണ്ടസും അടക്കമുള്ള അവരുടെ ആ ഒരു നിര ഇന്ന് ഇറങ്ങുന്നത് അതിന് തന്നെയാണ്. ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടു അർജൻറ്റീനയുടെ ഒരു പഴുതടച്ച അവരുടെ ഒരു പ്രതിരോധവും ഒപ്പം ശക്തമായ മുന്നേറ്റ നിരയും നമ്മൾ കണ്ടു. അതുതന്നെ ഈ മത്സരത്തിലും അർജൻറ്റീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 3-0 അൾജീരിയ തകർത്തതിൻ്റെ ഒരു ആത്മവിശ്വാസം എന്തായാലും അവർക്കുണ്ട് എന്ന് പറയാം. ഓസ്ട്രേലിയക്ക് വന്നു കഴിഞ്ഞാൽ ജോർദാനോട് 3-1 ഓസ്ട്രിയ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ആ പരാജയത്തിൽ നിന്ന് കരകയറുക എന്ന ലക്ഷ്യവുമായാണ് അവർ എത്തുന്നത്. അപ്പോൾ അതാണ് ആ ഒരു മത്സരം. അർജൻറ്റീനയും ഓസ്ട്രിയയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കാര്യം അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കാനുള്ളത് ഫ്രാൻസും ഇറാഖും തമ്മിലാണ്. ഫ്രാൻസ് ആദ്യ മത്സരത്തിൽ 3-1 കഴിഞ്ഞ മത്സരത്തിൽ 3-1 സെനഗലിനെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് ഫ്രാൻസ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എംബാപ്പയും ഡെംബാലെ അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിൽ തന്നെയാണ്. അതൊക്കെയാണ് ഡെഷാംസിനും സംഘത്തിനും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നതും അതുതന്നെയാണ്. ഇറാഖിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർവേയ്ക്ക് എതിരെ 4-1 ഒരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഫ്രാൻസിനെതിരായ മത്സരത്തിലേക്ക് ഇറാഖ് എത്തുന്നത് എന്നൊരു
എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം ഫ്രാൻസും ഒപ്പം ഇറാഖും തമ്മിലുള്ള പോരാട്ടം, അർജൻറ്റീനയും ഓസ്ട്രിയയും തമ്മിലുള്ള പോരാട്ടത്തിന് വേണ്ടി ആരാധകരൊക്കെ കാത്തിരിപ്പുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് നോർവേയും സെനഗലും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ ഇറാഖിനെ 4-1 പരാജയപ്പെടുത്തതിൻ്റെ ആത്മവിശ്വാസവുമായാണ് നോർവേ എത്തുന്നത്. സെനഗലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിനെതിരെ 3-1 പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് എന്തായാലും അവർ എത്തുന്നത് എന്ന കാര്യത്തിൽ, സെനഗൽ എത്തുന്ന കാര്യത്തിൽ എല്ലാവരും ഇട്ട് നോക്കുന്നത്. അങ്ങനെ നോർവേയും സെനഗലും തമ്മിലൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ഒപ്പം നടക്കുന്ന മറ്റൊരു മത്സരമുള്ളത് ജോർദാനും അൾജീരിയയും തമ്മിലൊരു പോരാട്ടം ഇന്ന് നടക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ 3-1 പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസം ജോർദാനുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ജോർദാൻ്റെ ഒരു കരുത്ത് അല്ലെങ്കിൽ ആത്മവിശ്വാസം അതാണ്. ഈ അൾജീരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്കെതിരെ ഒരു 3-0 പരാജയം അൾജീരിയ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തോടു കൂടിയാണ് അവരെത്തുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ആകെ മൊത്തം ടോട്ടൽ നമ്മൾ പറഞ്ഞാൽ ഇതാണ്. ഇന്നലെ സ്പെയിൻ ശക്തമായി തിരിച്ചു വരുന്നു. കാബോവറുടെ ഒരു സമനിലയോടുകൂടി ശക്തമായി തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നു. ബെൽജിയം സമനില വഴങ്ങിക്കൊണ്ട് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇന്ന് മെസ്സിയും എംബാപ്പയും ഹാളണ്ടും കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 താരങ്ങൾ ഇന്ന് ഒരേ ദിവസം കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. നോർവേക്ക് വേണ്ടി ഹാളണ്ടും ഫ്രാൻസിന് വേണ്ടി എംബാപ്പയും അർജൻറ്റീനയ്ക്ക് വേണ്ടി മെസ്സിയും കളത്തിലിറങ്ങുന്നു. അതായത് 3 താരങ്ങൾ ആധുനിക ഫുട്ബോളിൽ ഏറ്റവും ശക്തരായ കരുത്തരായ 3 താരങ്ങൾ ഒരേ ദിവസവും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്ന പ്രത്യേകതയുണ്ട്. മെസ്സി, എംബാപ്പെ, ഹാളണ്ട് എന്നിവർ ഒരേ ദിവസം കളത്തിലിറങ്ങുന്നു. അപ്പോൾ നാളത്തെ നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ കൂടുതൽ സമ്പന്നമായിരിക്കും. കാരണം ഈ 3 പ്രധാനപ്പെട്ട താരങ്ങൾ ഇന്ന് കളിക്കാനിറങ്ങുന്നുണ്ട് തന്നെ ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് മത്സരങ്ങളിലേക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളെ നമ്മൾ എന്തായാലും എത്തുന്നത്. അപ്പം ഇന്നത്തെ നമ്മളുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈൻ.